സോ ഹലോ ഗൈസ്, നമ്മൾ ഈ ഒരു ലെക്ചർ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ LLB പാർട്ടായിട്ടുള്ള ടാക്സേഷൻ, ഇൻകം ടാക്സ് ലോ മൊത്തം കവർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ടാക്സ് മീ ഡാഡി എന്ന് പറയുന്ന ഈ ഒരു ലെക്ചർ സീരീസ് നമ്മളുടെ യൂട്യൂബ് ചാനൽ റെഡിയാക്കിയേക്കുന്നത്. സോ നമ്മൾ ഇതിനകത്ത് എല്ലാ പോർഷൻസും ഇൻകം ടാക്സ് ലോ ആയിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സേഷൻ ലോയുടെ എല്ലാ റിലേറ്റഡ് വീഡിയോസും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ മൂവിങ് ടു ദ ടോപ്പിക്, കാനൺസ് ഓഫ് ടാക്സേഷൻ. എന്താണ് കാനൺസ് ഓഫ് ടാക്സേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്കറിയാം ഓരോ രാജ്യത്തിനും ഓരോ ടാക്സ് നിയമങ്ങളുണ്ട് അല്ലേ? അപ്പം ഈ ടാക്സ് ലോസ് ഉണ്ടാക്കുന്ന ഓരോ രാജ്യത്തെയും ഭരണാധികാരികളായിരിക്കും. അപ്പം അവരെല്ലാം സർട്ടൈൻ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം. ഈ ടാക്സ് ലോ ഉണ്ടാക്കാൻ നേരത്ത് ചില അടിസ്ഥാന കാര്യങ്ങൾ, ചില ബേസിക് പ്രിൻസിപ്പിൾസ് ഈ ടാക്സ് ലോ ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, ഈ പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ ഈ കാനൺസ് ഓഫ് ടാക്സേഷൻ എന്ന് പറഞ്ഞ് മൊത്തത്തിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആഡം സ്മിത്ത് എന്ന് പറയുന്ന ഒരു പുള്ളിയാണ്. ഈ അപ്പാപ്പനാണ് ആഡം സ്മിത്ത്, ഫോട്ടോയിൽ കാണാമല്ലോ. ഈ അപ്പൂപ്പനെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴത്തേക്കിനും ഒരു ബുക്ക് എഴുതാൻ തോന്നി. ആ ബുക്കിൻ്റെ പേരായിരുന്നു വെൽത്ത് ഓഫ് നേഷൻസ്. ഈ ബുക്കിനകത്താണ് ഈ കാനൺസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സേഷൻ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ടാക്സേഷൻ നിയമങ്ങൾ ഉണ്ടാക്കാൻ നേരത്ത് ആ ടാക്സേഷൻ്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം. ഓക്കെ, ഈ ബേസിക് പ്രിൻസിപ്പിൾസ്, ഒരു 4 ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ 4 ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ കാനൺസ് ഓഫ് ടാക്സേഷനകത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ 4 പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരുമല്ല, ഈ അപ്പൂപ്പൻ, പേര് ആഡം സ്മിത്ത്. പുള്ളിക്കാരൻ ഇതെല്ലാം പറഞ്ഞു വെച്ചേക്കുന്ന ബുക്കിൻ്റെ പേരാണ് വെൽത്ത് ഓഫ് നേഷൻ. ഈ വെൽത്ത് ഓഫ് നേഷനിലാണ് കാനൺസ് ഓഫ് ടാക്സേഷൻ എന്ന് പറഞ്ഞ കണ്ടൻസ് എല്ലാം ഉള്ളത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ആ ഒരു 4 കാനൺസ് അല്ലെങ്കിൽ 4 പ്രിൻസിപ്പിൾസ് ദാറ്റ് വി ഹാവ് ടു, അല്ലെങ്കിൽ ഒരു ടാക്സ് നിയമം ഉണ്ടാക്കാൻ നേരത്ത് ആ രാജ്യത്തിലുള്ള ആൾക്കാർ, നിയമം ഉണ്ടാക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചിലപ്പോൾ ഭരണാധികാരികളായിരിക്കും, അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ. ആ 4 കാര്യങ്ങൾ ഇത്രയുമാണ്. ഇത് 4ഉം കൂടെ പഠിക്കാനുള്ളൊരു ക്ലൂ എന്ന് പറഞ്ഞാൽ CCEE. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് 2 C ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, രണ്ടാമത് കൊടുത്തേക്കുന്നത് ആദ്യത്തെ C എന്ന് പറഞ്ഞാൽ സെർട്ടൈനിറ്റി, രണ്ടാമത്തെ C എന്ന് പറഞ്ഞാൽ കൺവീനിയൻസ്. ഓക്കെ, ഇനി ഈ 2 E ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ E എന്ന് പറഞ്ഞാൽ ഇക്വാളിറ്റി ആണ്, അടുത്ത E എന്ന് പറഞ്ഞാൽ എക്കണോമിയാണ്. ഓക്കെ, സോ ദീസ് ആർ ദ 4 ബേസിക് പ്രിൻസിപ്പിൾസ്. എന്താണ് നമ്മുടെ കോഡ്? CCEE: ഇക്വാളിറ്റി, സെർട്ടൈനിറ്റി, എക്കണോമി, കൺവീനിയൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഓരോന്നോരോന്ന്, ഈ 4 പ്രിൻസിപ്പിൾസ് ഓരോന്നോരോന്ന് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ഇക്വാളിറ്റി. ആദ്യത്താണ് ഇക്വാളിറ്റി. ഓക്കെ, ഇത് പറയുന്നതിന് മുമ്പ് ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇത് മിസ്റ്റർ രമേശൻ, ഇത് മിസ്റ്റർ സുധീഷൻ. രമേശൻ എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആളാണ്. സുധീഷൻ എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട ഭിക്ഷക്കാരനാണ്. ഓക്കെ, ഒരു പണക്കാരനുണ്ട്, ഒരു പാവപ്പെട്ടവനുണ്ട്, ഭിക്ഷക്കാരനുണ്ട്. അപ്പോൾ ഞാനൊരു ടാക്സ് ഉണ്ടാക്കുന്ന ഒരു രാജ്യത്തെ ഒരു പ്രധാന ആളാണ്. ഓക്കെ, ഞാനൊരു ലോ മേക്കറാണ്. ഞാനൊരു ലോ ഉണ്ടാക്കുവാണ്. ഞാൻ ആ രാജ്യത്തെ ഫിനാൻസ് മിനിസ്റ്ററാണെന്ന് വെച്ചോ. ഓക്കെ, ഞാൻ പറയുവാണ് നാളെ തൊട്ട് എല്ലാവരും അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ 50% ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിന് തരണം എന്ന് പറയുവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ പണക്കാരൻ പയ്യന് 1,00,000 രൂപ മാസം സാലറി കിട്ടുന്നുണ്ട്. പാവപ്പെട്ടവനായിട്ട് ഒരു 100 രൂപയെ മാസം കിട്ടുന്നുള്ളൂ എന്ന് വിചാരിച്ചു. ഭിക്ഷക്കാരന് 100 രൂപയെ കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ ആദ്യം നമ്മുടെ പണക്കാരൻ പയ്യനപ്പം എന്താ, ടാക്സിൻ്റെ 50%, 50,000 രൂപ ഗവൺമെൻറ്റിൻ്റെ കൊടുത്താലും 50,000 രൂപ അവൻ്റെ പോക്കറ്റിലുണ്ട്. അവൻ അതിനകത്ത് അരി വാങ്ങിച്ച് സുഖമായിട്ട് കഴിയാം. പക്ഷേ നമ്മുടെ ഭിക്ഷക്കാരൻ എങ്ങനെയാണോ? അല്ല, മാസം അയാൾക്ക് 100 രൂപയെ കിട്ടത്തുള്ളൂ. 100 രൂപയുടെ പാതി അടച്ചു കഴിഞ്ഞാൽ, 50% അടച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഓക്കെ, അപ്പോൾ അയാൾക്ക് ബാക്കി 50 രൂപയെ കിട്ടത്തുള്ളൂ. 50 രൂപ അയാൾ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടി വരും. അപ്പം ഇത് ശരിയാണോ? അല്ല. അപ്പം അവിടാണ് നമ്മൾ ആദ്യത്തെ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഇക്വാളിറ്റി. ഒരു ലോ മേക്കർ ഇക്വാളിറ്റി അല്ല ഉറപ്പാക്കേണ്ടത്, ഇക്വിറ്റി ആണ് ഉറപ്പാക്കേണ്ടത്. ഇക്വിറ്റി പ്രിൻസിപ്പിൾ വേണം എടുക്കാൻ. അതായത് തുല്യരായിട്ടുള്ളവരെ തുല്യരായിട്ട് പരിഗണിക്കുക. ഇപ്പോൾ രമേശൻ്റെ കൂടെ തന്നെ 1,00,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ബാക്കി എല്ലാവരെയും കയ്യിൽ നിന്ന് വേണമെങ്കിൽ 50% വാങ്ങിക്കാൻ വേണ്ടി നിയമം ഉണ്ടാക്കാം. പക്ഷേ ഇതാണക്കുള്ള ഭിക്ഷക്കാരന്മാർക്ക് കുറച്ച് കൺസിഡറേഷൻ കൊടുക്കണം. നിങ്ങളുടെ പറയാം ഒരു 5% ടാക്സ് അടച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ എന്താ, അത് ന്യായമാണ്. മറ്റേത് അന്യായമോ? 50% ഇൻകത്തിൻ്റെ 50% ഇത് അടച്ചു പറഞ്ഞാൽ ന്യായമാണോ? അല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇക്വാളിറ്റി പ്രിൻസിപ്പിൾ. എല്ലാ ടാക്സേഷൻ ലോസും ഇക്വാളിറ്റി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം. ഓക്കെ, അതുകൊണ്ടാണ് ഈക്വൽ ഷാൾ ബി ട്രീറ്റഡ് ഈക്വലി, അൺഈക്വൽസ് ഷാൾ ബി ട്രീറ്റഡ് അൺഈക്വലി. ഓക്കെ, ഇവിടെ ഒരു കേസ് ഉണ്ടായിരുന്നു. കേസ് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതായത്
അതൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കേസ് തന്നെ ആയിരുന്നു. ആ കേസിൻ്റെ പേര് ഇന്ത്യൻ എക്സ്പ്രസ് വേഴ്സസ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അങ്ങനെ എന്തോ ആയിരുന്നു.